എന്ന എൻ്റെ വീഡിയോയിലോട്ട് ഏവർക്കും സ്വാഗതം. എൻ്റെ പേര് റേച്ചൽ. ഇന്നെനിക്ക് സംസാരിക്കാനുള്ളത് ജെൻസി ജനറേഷനോടും ആൽഫ ജനറേഷനോടുമാണ്. സമൂഹത്തിനും കുടുംബത്തിനും യുവതലമുറയ്ക്കും വെല്ലുവിളിയായ ഒരു പ്രശ്നമുണ്ട്. എന്താണത്? അതാണ് മയക്കുമരുന്ന്. മയക്കുമരുന്നിൻ്റെ ലഹരിയിൽ നിന്നുള്ള മോചനം, അതാണ് ഇന്നത്തെ എൻ്റെ വിഷയം. ലഹരിയോട് നോ പറയാൻ ലളിതമായ വഴികൾ. ഒരു തമാശയ്ക്ക് വേണ്ടിയോ കൂട്ടുകാരുടെ നിർബന്ധത്തിനോ വഴങ്ങിയായിരിക്കും നിങ്ങൾ ലഹരിയിലേക്ക് എടുത്തു ചാടുന്നത്. പക്ഷേ അത് പിന്നീട് നിങ്ങൾക്ക് തന്നെ കെണിയായി തീരും. ഈ മയക്കുമരുന്നിൻ്റെ കെണിയിൽ നിന്ന് മോചനം നേടാൻ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ തന്നെ ഒരു നിശ്ചയദാർഢ്യവും അതിയായ ഒരു ആഗ്രഹവും ഉണ്ടാകണം. ലഹരിയോട് നോ പറയാൻ ലളിതമായ 3 വഴികൾ ഇന്ന് പറയുകയാണ്. ആദ്യമായി, ലഹരിയിലേക്ക് നിങ്ങളെ നയിക്കുന്ന സാഹചര്യങ്ങളെയും കൂട്ടുകാരോടും പൂർണ്ണമായി നോ പറയുക. നോ പറയേണ്ടിടത്ത് ഉറപ്പായി നോ പറയണം. ബ്ലോക്ക് ചെയ്യേണ്ടവരെ ബ്ലോക്ക് ചെയ്യുക. രണ്ടാമതായി, നിങ്ങളുടെ മനസ്സിന് ഒരു പുതിയ വൈബ് ഉണ്ടാക്കുക. വ്യായാമം, മെഡിറ്റേഷൻ അല്ലെങ്കിൽ നിങ്ങൾക്കിഷ്ടമുള്ള ഹോബി എന്നിവയിലൂടെ നിങ്ങളുടെ തലച്ചോറിൻ്റെ ഡോപ്പമിൻ ലെവൽ സ്വാഭാവികമായും വർദ്ധിപ്പിക്കുക. മൂന്നാമതായി, ഇതൊരു രോഗം ആണ്. അത് മാറ്റാൻ ഒരാളുടെ സഹായം തേടുന്നത് നാണക്കേടൊന്നുമല്ല. വിശ്വസ്തരായ സുഹൃത്തുക്കളോ കുടുംബാംഗങ്ങളോ അല്ലെങ്കിൽ ഒരു കൗൺസിലറോടോ സംസാരിക്കുക. ഓർക്കുക, നിങ്ങളുടെ ജീവിതം മയക്കുമരുന്നിന് പുറകെ പോയി നശിപ്പിക്കുവാനുള്ളതല്ല. മയക്കുമരുന്നിൽ നിന്ന് മോചനം നേടി മനോഹരമായ ഈ ജീവിതത്തിലേക്ക് തിരിച്ചു വരിക. അതിനുവേണ്ടിയുള്ള നിശ്ചയദാർഢ്യം നിങ്ങൾ വളർത്തിയെടുക്കുക. അങ്ങനെ ഒരു പോസിറ്റീവ് മൈൻഡുമായി മുന്നോട്ട് പോകുക. ഇങ്ങനെയുള്ള പോസിറ്റീവ് ചിന്തകൾക്കായി മൈൻഡ് വൈബ് എന്നുള്ള വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ. മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം.